എല്ലാവർക്കും നമസ്കാരം. സൈനോടുമൊത്ത് എങ്ങനെ ചോയ്സ് ഫില്ലിംഗ് സ്മാർട്ടായിട്ട് ചെയ്യാം അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങളോടൊപ്പം സംസാരിക്കുന്ന ഞാൻ ഡോക്ടർ അമൃത ഫ്രം സൈനാഡ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കട്ട് ഓഫ് ഒക്കെ കുറച്ച് എലിജിബിൾ ഒക്കെ ആയല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോയ്സ് ഫില്ലിംഗ് ചെയ്യാൻ അധികം സമയവും ഇല്ല. അപ്പോൾ നമുക്ക് കുറച്ച് സമയം ലിമിറ്റ് അല്ലേ ഉള്ളൂ. അപ്പോൾ ആ സമയ ലിമിറ്റിൽ എങ്ങനെ നമുക്ക് സ്മാർട്ടായിട്ട് സൈനോടുമൊത്ത് ചോയ്സ് ഫില്ലിംഗ് ചെയ്യാം എന്നൊന്ന് മനസ്സിലാക്കിയാലോ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചില കാൻഡിഡേറ്റ്സിന് ഓൾറെഡി ഒരു ചോയ്സ് ലിസ്റ്റ് കയ്യിലുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് സൈനോടുമായിട്ട് നോക്കിയിട്ട് ഒന്ന് വാലിഡേറ്റ് ചെയ്യുക. നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഓക്കെ, ഇപ്പോൾ സ്റ്റൈഫൻ്റെ ബേസിസിൽ ബോണ്ട്, ലാസ്റ്റ് റാങ്ക്, പ്രിഫറൻസ് ഓർഡർ, ഇപ്പോൾ കഴിഞ്ഞ കൊല്ലമൊക്കെ എടുത്ത് നോക്കിയാൽ ഒരു 2-3 വർഷമൊക്കെ അടുപ്പിച്ച് നമ്മൾ എടുത്തു നോക്കിയാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒത്തിരി കാൻഡിഡേറ്റ്സ്, അതായത് ഫസ്റ്റ് റാങ്ക് ഒക്കെ കിട്ടുന്ന കാൻഡിഡേറ്റ്സ് ഫേവർ ചെയ്യുന്ന അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നതൊക്കെ അങ്ങനത്തെയൊക്കെ ആണോ, എങ്ങനെയാണ് എന്നൊക്കെ നല്ല സ്മാർട്ടായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചോയ്സ് ഫില്ലിംഗ്, ദ സ്മാർട്ട് ചോയ്സ് ഫില്ലിംഗ് വിത്ത് സൈനോഡ് എന്ന ഈ വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് മുൻപ് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, അതൊന്ന് നോക്കാം. ചെക്ക് അവർ വീഡിയോസ് ഓൺ പോയിന്റേഴ്സ് ഫോർ ഓൾ ഇന്ത്യ റൗണ്ട് 3 കോൺവേഴ്സേഷൻ. അതായത് നമ്മൾ ഇതിന് തൊട്ട് മുൻപേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ദ പോയിന്റേഴ്സ് ഫോർ ഓൾ ഇന്ത്യ റൗണ്ട് 3. അപ്പോൾ ഓൾ ഇന്ത്യ റൗണ്ട് 3യുടെ സമയത്ത് നമ്മൾ ഉറപ്പായിട്ട് മസ്റ്റായിട്ട് മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ടായിരുന്നേ ആ വീഡിയോ. അപ്പോൾ ഉറപ്പായിട്ടും കാണണം. അത് മാത്രമല്ല കൺവേർഷനെ പറ്റി, അതായത് സീറ്റിൻ്റെ കൺവേർഷനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ നമ്മൾ വീഡിയോ മറ്റൊന്ന് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഉറപ്പായിട്ടും കാണണം. പിന്നെ ഇത് നോക്കിക്കേ, ഡോണ്ട് ലിമിറ്റ് ദ ചോയ്സ് ബേസ്ഡ് ഓൺ ദ ലാസ്റ്റ് ഇയർ റാങ്ക്സ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഈ കൊല്ലത്ത് ഒത്തിരി മാറ്റങ്ങളുണ്ടല്ലേ. നമ്മുടെ DNB സീറ്റും ഒക്കെ കൂട്ടിയില്ലേ. അപ്പം നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ റാങ്കിൽ നിന്നും ഈ കൊല്ലം വ്യതിയാനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ വർഷത്തെ മാത്രം നിങ്ങൾ നോക്കരുത്. അതായത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ റാങ്ക് ഇപ്പോൾ 10,000 ആണെന്ന് വെച്ചോളൂ. അപ്പോൾ ഞാൻ ലാസ്റ്റ് റാങ്ക് നോക്കിയപ്പോഴേ, കഴിഞ്ഞ കൊല്ലത്തെ നോക്കിയപ്പം ഒരു ബ്രാഞ്ച് 8,000-ന് പോയി. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, അയ്യോ അത് 8,000-ന് ഓൾറെഡി പോയതല്ലേ, അപ്പോൾ എൻ്റെ റാങ്ക് 10,000 ആണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് കിട്ടാൻ സാധ്യതയൊന്നുമില്ല, ഞാൻ അവിടെ കൊടുക്കുന്നില്ല എന്ന് നിങ്ങൾ ഒരിക്കലും ഈ കൊല്ലം ചിന്തിക്കാനായി പാടില്ല. കാരണം ഈ കൊല്ലം എന്താണ്, സീറ്റ് വർധനവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മൾ ചോയ്സ് ഫില്ലിംഗ് നമുക്ക് എവിടെയാണോ ഇഷ്ടം അത് ഉറപ്പായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പക്ഷേ ചില ചോയ്സസ് ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ കൊടുത്തില്ല എന്ന് വെച്ചോ, അപ്പം റൗണ്ട് 3 കഴിയുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോവും അല്ലേ. ചിലപ്പോൾ നമ്മളെക്കാളും ലോ ആയിട്ടുള്ള ഒരു റാങ്കിന് ആ സീറ്റ് പോയി. അപ്പോൾ നമ്മൾ വിചാരിക്കണം, അയ്യോ എനിക്കത് സത്യത്തിൽ ഇഷ്ടമായിരുന്നു, പക്ഷെ ഞാൻ വിചാരിച്ചു എൻ്റെ ഈ റാങ്കിന് കഴിഞ്ഞ കൊല്ലത്തെ കമ്പയർ ചെയ്തപ്പോൾ എന്താണ് കിട്ടാൻ സാധ്യത കുറവാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ റിഗ്രറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരിക്കലും വിഷമിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് സൈനോഡ് ഇത്രയും ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഏതൊക്കെയാണോ കൊടുക്കുക. പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ ആ സീറ്റ് കൺവേർഷൻ, അതൊന്ന് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ജനറൽ കാൻഡിഡേറ്റ് ആണെന്ന് വെച്ചോളൂ. അപ്പോൾ നോക്കിക്കോളൂ. അപ്പോൾ റൗണ്ട് 1 റൗണ്ട് 2 എന്താണ്, ഞാൻ എൻ്റെ കാറ്റഗറി സീറ്റ് മാത്രമേ കണ്ടോളൂ. അതല്ല, മറ്റൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ SC കാൻഡിഡേറ്റ് ആണെന്ന് വെച്ചോളൂ, എൻ്റെ കാറ്റഗറി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ്, ഞാൻ എൻ്റെ കാറ്റഗറി സീറ്റ്സും പിന്നെ ജനറൽ സീറ്റ് മാത്രമേ റൗണ്ട് 1 2 ഒക്കെ കണ്ടോളൂ. പക്ഷെ റൗണ്ട് 3 അങ്ങനെയല്ല, മറ്റ് കാറ്റഗറീസിൻ്റെ സീറ്റും ഞാൻ കാണും. ഇപ്പോൾ സപ്പോസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ജനറൽ കാറ്റഗറി ആണെന്ന് വെച്ചോളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ജനറൽ PWD സീറ്റില്ലേ, അതും എനിക്ക് റൗണ്ട് 3 കാണാൻ പറ്റും. ഈ ജനറൽ PWD സീറ്റിൽ മറ്റ് കാൻഡിഡേറ്റ്സ് ഒന്നും തന്നെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ, അതായത് സിസ്റ്റം നോക്കും, റൗണ്ട് 1 തൊട്ട് അവസാനം വരെ നോക്കും, ജനറൽ PWD കാൻഡിഡേറ്റ്സ് ആരെങ്കിലും ഈ സീറ്റ് ചൂസ് ചെയ്യുന്നോ എന്ന് നോക്കും.
അപ്പോൾ ഇൻ കേസ് ആരും എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ജനറൽ PWD സീറ്റ് കൺവേർട്ട് ചെയ്തിട്ട് എന്തായിട്ട് മാറും? ജനറൽ സീറ്റായിട്ട് മാറും. അപ്പം ഞാൻ ആ ജനറൽ PWD സീറ്റ് നേരത്തെ കൊടുത്തിരുന്നെങ്കിൽ എന്ത് പറ്റും? കൺവേർഷൻ നടക്കുമ്പോൾ എനിക്കാണ് ഹൈ റാങ്ക്, നല്ല റാങ്ക്, അതായത് മറ്റ് കാൻഡിഡേറ്റ്സ് എൻ്റെ റാങ്കിന് മുന്നിലുള്ള ആരും പിക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ സീറ്റ് കൺവേർഷൻ വളരെ നന്നായി മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മൾ സൈനയുടെ സീറ്റ് കൺവേർഷന് ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് ഉറപ്പായിട്ടും കാണണേ. പിന്നെ നോക്കിക്കേ, ഫിൽ എനി ചോയ്സസ് ദാറ്റ് ഈസ് അവൈലബിൾ, യു ആർ എലിജിബിൾ ഫോർ ഓൾ ചോയ്സ്. അതായത് നിങ്ങൾ എല്ലാ ചോയ്സിനും എലിജിബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ളത് എവിടെയാണോ അവിടെ ഉറപ്പായിട്ട് നിങ്ങൾ കൊടുത്തിരിക്കണം. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ചില കാൻഡിഡേറ്റ്സ് എന്തോ ചെയ്യുമെന്ന് അറിയാമോ? കഴിഞ്ഞ കൊല്ലം അതിന് മുന്നിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്, എനിക്കിഷ്ടമല്ല ആ ഒരു ബ്രാഞ്ച്, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, പക്ഷെ ഞാൻ വെറുതെ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഒരിക്കലും നിങ്ങൾ ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നമുക്ക് ഇഷ്ടമില്ലാത്തത് കൊടുത്ത് നമ്മൾ എന്തായാലും പോകത്തില്ല. അപ്പോൾ നമുക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടി, അത് വന്നാൽ പിന്നെ നമുക്ക് സ്ട്രെയിലൊക്കെ പങ്കെടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് മാത്രമേ ചോയ്സ് ഫില്ലിങ്ങിൽ കൊടുക്കാവുള്ളേ. പിന്നെ നോക്കിക്കേ, ടേക്ക് ടിൽ ഓൾ ഇന്ത്യ റൗണ്ട് 2 2025 ഫോർ റെഫറൻസ്. അപ്പം നമുക്ക് ലാസ്റ്റ് റാങ്ക് ഇപ്പോൾ കഴിഞ്ഞില്ലേ, റൗണ്ട് 2ൻ്റെ ലാസ്റ്റ് റാങ്ക് ഉണ്ടാവില്ലേ, അതുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അത് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതുവരെയാണ് ഈ കോളേജിൽ പോയത്, 2025ൻ്റെ കഴിഞ്ഞ് നമുക്കിപ്പോൾ വന്ന റൗണ്ട് 2ൻ്റെ, അപ്പം നമുക്കൊരു ധാരണ കിട്ടും അല്ലേ, ഇത്രയൊക്കെ പോയിട്ടുണ്ട്, അത് വെച്ച് നോക്കാം. ഡോണ്ട് ഫിൽ ബേസ്ഡ് ഓൺ ദ ലാസ്റ്റ് ഇയേഴ്സ് റൗണ്ട് 3 ഓർ അസ്യൂം എനിത്തിങ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കഴിഞ്ഞ കൊല്ലത്തെയൊക്കെ നോക്കി, റൗണ്ട് 3 ഒക്കെ നോക്കിയിട്ട് എന്താണ്, ലാസ്റ്റ് ഇയേഴ്സ് റാങ്ക് ഒക്കെ നോക്കിയിട്ട് അയ്യോ എനിക്ക് കിട്ടാനൊന്നും പോകുന്നില്ല എന്നൊന്നും പറഞ്ഞ് അങ്ങനെ കൊടുക്കാതെ ഇരിക്കരുതെന്നാണ്. നമ്മൾ മാക്സിമം കൊടുത്തോളൂ. കാരണം നമുക്ക് എല്ലാ ചോയ്സസും നമ്മൾ എലിജിബിൾ അല്ലേ, പിന്നെ നമ്മൾ അങ്ങനെ വേണ്ട എല്ലാം കൊടുത്തോളൂ. എല്ലാം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, അതായത് എനിക്കിത് കിട്ടിയാൽ ഞാൻ ഉറപ്പായിട്ടും പോവും എന്നുള്ളത് ഉറപ്പായിട്ടും കൊടുത്തോളൂ. പിന്നെ നോക്കിക്കേ, അതായി പറഞ്ഞത് ഫിൽ ചോയ്സസ് ദാറ്റ് യു വിഷ് ടു ജോയിൻ. അപ്പം നമുക്ക് എന്തായാലും നമ്മൾക്ക് കിട്ടിയാൽ പോവും എന്നുള്ളത് ഉറപ്പായിട്ടും കൊടുക്കാം. പിന്നെ നോക്കിക്കേ, യു വിൽ സീ ഓൾ ചോയ്സസ്, എനി ചോയ്സ് ഇൻ യുവർ ചോയ്സ് ലിസ്റ്റ് ക്യാൻ ബി അലോട്ടഡ്. അതാണ് ഞാൻ പറഞ്ഞത്. എന്താണ്, നമ്മളിപ്പോൾ റൗണ്ട് 1 റൗണ്ട് 2 നമ്മുടെ കാറ്റഗറി സീറ്റും എന്താണ് ജനറൽ സീറ്റും മാത്രമേ കണ്ടോളൂ. പക്ഷെ റൗണ്ട് 3 മറ്റ് കാറ്റഗറീസിൻ്റെ സീറ്റും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ സീറ്റൊക്കെ കൊടുത്താൽ ഞാൻ പറഞ്ഞില്ലേ, ഇൻ കേസ് എന്താണ് സീറ്റ് കൺവേർഷൻ നടന്നിട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ സപ്പോസ് ജനറൽ ആണെങ്കിൽ ഇപ്പോൾ ജൻ PWD ആരും പിക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ജൻ PWD കൺവേർട്ട് ചെയ്ത് ജനറലാകുമ്പോൾ നമുക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒന്ന് നോക്കിക്കേ, ഇവിടെ കണ്ടോ, അതായി പറഞ്ഞത് ജൻ SC ST എക്കണോമിക്കലി വീക്കർ സെക്ഷൻ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരെന്ത് ചെയ്യുക, സൈനോളിൽ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. ഫിൽറ്റർ ഓപ്ഷനിൽ വന്നിട്ട് OBC ഒഴിച്ച് ബാക്കി എല്ലാ കാറ്റഗറിയും കൊടുത്തിട്ട് നമുക്ക് കാണാവുന്നതാണ്. എന്തുകൊണ്ട് ഞാൻ OBC കൊടുക്കാൻ പറഞ്ഞില്ല എന്ന് വെച്ചാൽ, OBC എന്ന് പറയുമ്പോൾ OBCയിൽ കൺവേർഷൻ ടു ജനറൽ നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം എടുത്താലും നമ്മളത് കാണുന്നില്ല. അപ്പോൾ ഈ OBCയിൽ ഇപ്പോൾ കാൻഡിഡേറ്റ്സ് ആരും തന്നെ പിക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ സീറ്റ് സ്ട്രെയിലോട്ടാണ് പോകുന്നത്. അതേസമയം നോക്കിക്കേ, നിങ്ങളിപ്പോൾ OBC കാൻഡിഡേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സൈനോയിൽ ഫിൽറ്റർ ഒന്നും കാറ്റഗറി ഇടണ്ട, നിങ്ങൾക്ക് എല്ലാ സീറ്റും കാണാനായിട്ട് പറ്റും. അപ്പോൾ നോക്കിക്കേ, സെൻട്രൽ യൂണിവേഴ്സിറ്റി സീറ്റ് ലെഫ്റ്റ് ഔട്ട് വിൽ ബി കൺവേർട്ടഡ് ടു ഓൾ ഇന്ത്യ കോട്ട. അതായത് ഈ നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ, അതായത് ഡൽഹി യൂണിവേഴ്സിറ്റി, അതായത് AMU അലിഗ്രാം മുസ്ലിം യൂണിവേഴ്സിറ്റി, BHS ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി മുതലായ സീറ്റുകൾ, അതാണ് ഡൽഹി യൂണിവേഴ്സിറ്റി സീറ്റ്. അപ്പോൾ ഇതിലൊക്കെ നോക്കും, ഇപ്പോൾ കാൻഡിഡേറ്റ്സ് ആരും തന്നെ പിക്ക് ചെയ്തില്ല, ബ്രാഞ്ചസിൽ ആരും തന്നെ പിക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ സീറ്റ് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ കോട്ടയിലോട്ട് കൺവേർട്ടഡ് ആയിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ കോട്ടയിൽ ആ സീറ്റുകൾ കാണാൻ പറ്റും. ഇതിനായിട്ട് നമ്മൾ എന്താണ് ഡൽഹി യൂണിവേഴ്സിറ്റി ആയിട്ട് കൊടുക്കേണ്ടതായിട്ടില്ല. അതായത് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ പഠിച്ചത്, ആ ആനുകൂല്യമുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി കൊടുക്കാം. അതേസമയം ഇവിടെ ഞാൻ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ, ഇൻ കേസ് അവർ സിസ്റ്റം നോക്കും ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കാൻഡിഡേറ്റ്സ് ഇതൊക്കെ പിക്ക് ചെയ്തോ, ഈ ബ്രാഞ്ച് വെച്ചിട്ട് റാങ്ക് 1 തൊട്ട് അവസാനം വരെ നോക്കും. ഇപ്പം ഒരു ബ്രാഞ്ച് ഇപ്പോൾ സപ്പോസ് MD ഫിസിയോളജി
ഫിസിയോളജി ആണെന്ന് വെച്ചോ. അപ്പോൾ MD ഫിസിയോളജി വന്നിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഫുൾ നോക്കും, ആദ്യം തൊട്ട് അവസാനം വരെ ആരെങ്കിലും ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. അപ്പോൾ ഇൻ കേസ് ആ ചോയ്സ് ആരും ഫില്ല് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ സീറ്റ് എന്ത് പറ്റും, ഡൽഹി യൂണിവേഴ്സിറ്റി ഇത് കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓൾ ഇന്ത്യ കോട്ടയിൽ കാണാനായിട്ട് പറ്റും. അടുത്ത നോക്കിക്കേ, NRI സീറ്റ് would get converted to management if no one opt for them. അത് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഞാൻ അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഫരീദാബാദ് സപ്പോസ് ഒരു NRI സീറ്റ് ഉണ്ടെന്ന് വെച്ചോളൂ. NRI MD ഡെർമറ്റോളജിയാണ്. അപ്പോൾ അതൊരു NRI സീറ്റാണ്. അപ്പോൾ ഇൻ കേസ് ആരും അവിടുത്തെ സീറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാമോ, ഈ NRI സീറ്റ് കൺവേർട്ട് ചെയ്തിട്ട് മാനേജ്മെൻ്റ് ആയിട്ട് മാറും. അപ്പോൾ മാനേജ്മെൻ്റ് ആയിട്ട് മാറുമ്പോൾ നിങ്ങൾക്ക് അത് ഓൾ ഇന്ത്യ കോട്ടയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ മാനേജ്മെൻറ്റ്, ഈ NRI സീറ്റ് മാനേജ്മെൻറ്റ് ആയാലുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയാമോ, നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ ഫീസ് കൊടുത്താൽ മതി, അതാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഇതെങ്ങനെയാണ് സീറ്റ് കൺവേർഷൻ എങ്ങനെയാണ് ഇതിനൊക്കെ പറ്റിയിട്ട് ഞാൻ വളരെ ഡീറ്റെയിൽ തൊട്ട് മുന്നിലത്തെ ആ സീറ്റ് കൺവേർഷൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഉറപ്പായിട്ടും അത് കാണണേ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് എങ്ങനെ സൈനോടൊത്ത് സ്മാർട്ടായിട്ട് ചോയ്സ് ഫില്ലിംഗ് ചെയ്യാം. അപ്പം നമ്മൾ ഫസ്റ്റ്, നിങ്ങളിപ്പോൾ സൈനോഡ് ന്യൂ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള നമ്പർ കൊടുക്കുക. അപ്പോൾ OTP വരും. അപ്പോൾ നമ്മളിതാ കണ്ടില്ലേ, ഈ സൈനോഡ് പോർട്ടലിൽ കയറി. അപ്പോൾ ഇനി നോക്കിക്കേ, ഇവിടെ കണ്ടോ, ഇവിടെ ഇൻസൈറ്റ് എന്ന് പറഞ്ഞ് കണ്ടില്ലേ, ആ ഇൻസൈറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇൻസൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടോ സീറ്റ് മാട്രിക്സ് കാണുന്നുണ്ടോ. അപ്പോൾ ഈ സീറ്റ് മാട്രിക്സ് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സീറ്റ് മാട്രിക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു വിൻഡോ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കണ്ടോ ഫിൽറ്റർ ഓപ്ഷൻ കണ്ടില്ലേ, ആ ഫിൽറ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ. എന്നിട്ട് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന 2025 റൗണ്ട് 3 ആണേ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ക്ലിക്ക് ചെയ്തിരിക്കുന്നുണ്ടോ 2025. ഞാൻ നോക്കാൻ പോകുന്നത് എനിക്കറിയാനുള്ള റൗണ്ട് 3 സീറ്റ് മെട്രിക്സ് ആണ്. അപ്പോൾ ഞാൻ ഈ റൗണ്ട് 3 ക്ലിക്ക് ചെയ്തു. എന്നിട്ട് നോക്കിക്കേ, ഞാൻ വ്യൂ റിസൾട്ട് കൊടുക്കാൻ പോവുകയാണ്. കണ്ടോ, വ്യൂ റിസൾട്ട് കൊടുത്തു. അപ്പോൾ ഇത് എനിക്ക് കുറച്ചും കൂടെ വിസിബിൾ ആയിട്ട് കാണണമെങ്കിൽ ഇതാ ഇവിടെ കുറച്ച് ആരോസ് കണ്ടോ, 1 2 3 4 ആരോസ് കണ്ടോ, അതൊന്ന് ക്ലിക്ക് ചെയ്തേ കണ്ടോ. അപ്പോൾ എനിക്കിതാ ഇത്രയും ഇങ്ങനെ വിശാലമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നോക്കിക്കേ, ഇതെന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് റൗണ്ട് 3 2025 ഫുൾ സീറ്റ് മാട്രിക്സ് ആണ് കണ്ടോ, എല്ലാ സീറ്റിൻ്റെയും എനിക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ഞാൻ എന്താണ് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ കണ്ടോ, റൗണ്ട് 3 കോട്ട ഓൾ ഇന്ത്യ കോട്ട, ജനറൽ കാറ്റഗറി, ആ ജനറൽ മാത്രമല്ല കണ്ടോ, ജനറലുണ്ട്, എക്കണോമിക്കലി വീക്കർ സെഷൻ, എല്ലാം ഉണ്ട്. കാരണം ഞാൻ എൻറ്റയർ ആയിട്ടുള്ള സീറ്റ് മെട്രിക്സ് ആണ് എടുത്തത്. അപ്പോൾ ഇത് നോക്കിക്കേ, ഇതിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നിട്ട് ABBMS. ഇതിൽ എനിക്ക് മനസ്സിലാക്കാനുള്ള കണ്ടോ സീറ്റ്സ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ, ഇവിടെ 2+2 ബ്രാക്കറ്റിൽ VV എന്ന് കണ്ടോ. അതെന്ന് വെച്ചാൽ ഈ 2 എന്ന് പറയുന്നതാണ് ക്ലിയർ വേക്കൻസി. കണ്ടോ, ക്ലിയർ വേക്കൻസി ആണ്. അതേസമയം 2 ബ്രാക്കറ്റിൽ VV എന്ന് പറഞ്ഞാൽ വെർച്വൽ വേക്കൻസി ആണ്. അപ്പോൾ വെർച്വൽ വേക്കൻസി എന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ് എടുത്തിട്ട് അത് അപ്ഗ്രേഡ് ചെയ്ത സീറ്റാണ്. കണ്ടോ, അപ്ഗ്രേഡ് ചെയ്ത സീറ്റ്. അതേസമയം ഇവിടെ നോക്കിക്കേ, ക്ലിയർ വേക്കൻസി എന്ന് പറയുമ്പോൾ എന്താണ്, ആരും ഹോൾഡ് ചെയ്യാത്ത സീറ്റ്. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാമല്ലോ. അതുപോലെ നോക്കിക്കേ, ഇവിടെ ഞാൻ ABBMS റേഡിയോ ഡയഗ്നോസിസ് എങ്ങനെയാണെന്ന് ഞാൻ നോക്കുകയാണേ. അപ്പോൾ സീറ്റ് നോക്കിക്കേ, 0+2 ബ്രാക്കറ്റിൽ VV. അപ്പോൾ ഇതെന്ന് എനിക്ക് മനസ്സിലായി, 2 സീറ്റ് എന്ന് പറഞ്ഞാൽ VV എന്ന് വെച്ചാൽ എന്തുവാണ്, വെർച്വൽ വേക്കൻസി. അപ്പോൾ കാൻഡിഡേറ്റ് 2 പേര് എടുത്തിട്ട് അത് അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ നോക്കിക്കേ 0, അതായത് ക്ലിയർ വേക്കൻസി സീറ്റ് ഒന്നും തന്നെ ഇല്ല എന്നെനിക്ക് മനസ്സിലായി. കണ്ടോ, ഇങ്ങനെയാണേ. പിന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം നോക്കിക്കേ, ഇവിടെ കണ്ടോ, അതായത് ലാസ്റ്റ് റാങ്ക് കാണാൻ പറ്റുന്നുണ്ടോ, 2023 ഇപ്പോൾ റൗണ്ട് 1 റൗണ്ട് 2 2024 എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്ന കണ്ടില്ലേ. ഇപ്പം ഞാൻ വിചാരിക്കണേ എനിക്കിപ്പോൾ ഇത്രയും വേണ്ട, എനിക്കിതാ നോക്കിക്കേ, എനിക്ക് 2024 മാത്രം മതി, അല്ലെങ്കിൽ 24ഉം 5ഉം ഇരുന്നോട്ടെ. അപ്പം ഞാൻ നേരത്തെ ഞാൻ ഫിൽറ്റർ ചെയ്തില്ലേ, അതിൻ്റെ തൊട്ട് താഴെ കഴ്സർ താഴോട്ടാക്കുവേ. എന്നിട്ട് നോക്കിക്കേ, ഇവിടെ ഏതൊക്കെയാണ് ആവശ്യമുള്ളത് മാത്രം ടിക്ക് ചെയ്യാം. ഇപ്പം എനിക്ക് 2023 വേണ്ടാന്ന് വെച്ചോ. അപ്പം ഞാൻ അത് മാറ്റിയിട്ട് എനിക്ക് ബാക്കി എല്ലാം അറിയണേ. അപ്പം ഞാൻ 2020
ഏതാണ് 23യുടെ അങ്ങ് മാറ്റി. അപ്പോൾ എനിക്ക് 24ഉം 25ഉം മതി. അപ്പോൾ കണ്ടോ ഇങ്ങനെ ഞാൻ ഫിൽട്ടർ ചെയ്തിട്ട് വ്യൂ റിസൾട്ട്സ് കൊടുക്കും. അപ്പോൾ കണ്ടോ എനിക്ക് കണ്ടോ അപ്പോൾ 2023യുടെ ഞാൻ കാണുന്നില്ലല്ലോ, 2024ൻ്റെ എനിക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ്. പിന്നെ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം നോക്കിക്കേ, ഇവിടെ കണ്ടോ ഈ 15/7 എന്ന് പറഞ്ഞ് കണ്ടോ, ഈ 2025 റൗണ്ട് 2ൻ്റെ ഈ ഇവിടെ വന്നിട്ട് ABVMSൽ വന്നിട്ട് നമ്മളൊരു ബ്രാക്കറ്റിൽ 7 കണ്ടു അല്ലേ. അപ്പോൾ ഈ ബ്രാക്കറ്റിൽ 7 എന്താണ്, 7 സീറ്റാണ്. അപ്പോൾ നോക്കിക്കേ ഇവിടെ ഒന്ന് ഇത് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. 2024ൽ റൗണ്ട് 3ൽ ഇത് ABVMSൽ ജനറൽ മെഡിസിൻ പോയിരിക്കുന്നത് വന്നിട്ട് 49 ആണ് റാങ്ക്. അപ്പോൾ അതിൽ ബ്രാക്കറ്റിൽ 9 എന്ന് വെച്ചാൽ 9 സീറ്റ് ഉണ്ട്. അപ്പോൾ എനിക്കറിയണം ആരൊക്കെയായിരുന്നു ആ 9 പേര് എന്ന് അറിയണമെങ്കിൽ എന്താണ്, 9 പേര് എടുത്തവർ ആരൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ 9ലൊന്ന് ക്ലിക്ക് ചെയ്യേ. കണ്ടോ അപ്പോൾ ആ 9 പേര് ആരൊക്കെയാണെന്ന് ദാ കറക്റ്റ് എഴുതിയിരിക്കുന്നുണ്ടല്ലേ. ഡൽഹി ABVMSൽ ജനറൽ മെഡിസിൻ എടുത്തത് റാങ്ക് 7, അതോടൊപ്പം തന്നെ റാങ്ക് 9 അവിടെ എടുത്തു, 11 എടുത്തു. കണ്ടോ ഈ 9 പേരെയും കാണിച്ച് തരും. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വേറൊരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമുണ്ട്. അപ്പം നോക്കിക്കേ, ഞാനിങ്ങനെ കമ്പയർ ചെയ്യാൻ പോവുകയാണ്. ഇതിൽ ഏറ്റവും ആദ്യത്തെ റാങ്ക് ഏതാണ്, 15 അല്ലേ, 15 ആദ്യത്തെ റാങ്ക്. അപ്പോൾ ഈ 15 കൊടുത്തിരിക്കുന്ന നോക്കിക്കേ, ജനറൽ മെഡിസിൻ ABVMS. അത് മാത്രമല്ല, ഞാൻ മറ്റൊരു കാര്യം പറയാം. ഇപ്പോൾ എനിക്കൊരു സ്പെസിഫിക് ആയിട്ട് ഈ ഒരു ബ്രാഞ്ച്, അതായത് ഞാൻ നോക്കാൻ പോകുന്ന ജനറൽ മെഡിസിൻ ആണ് കേട്ടോ. അപ്പോൾ അത് മാത്രം അറിഞ്ഞാൽ മതിയെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഫിൽറ്റർ എടുക്കും. ഈ കോഴ്സിൻ്റെ അവിടെ കണ്ടോ മെഡിസിൻ എന്ന് ടൈപ്പ് ചെയ്യും. ജനറൽ മെഡിസിൻ. അപ്പോൾ കണ്ടോ MD ഉണ്ട്, DNB ഉണ്ട്. അപ്പോൾ എനിക്ക് അറിയേണ്ട MD ആണേ. അപ്പോൾ ഞാൻ MD കൊടുക്കും, വ്യൂ റിസൾട്ട് കൊടുക്കും. അപ്പോൾ നോക്കിക്കേ, ഇത് നോക്കിക്കേ, ഇവിടെ കണ്ടോ ഫുൾ ജനറൽ മെഡിസിൻ ആണ്. അപ്പോൾ ഈ സീറ്റ് മെട്രിക്സ് മൊത്തം ജനറൽ മെഡിസിൻ്റെ കണ്ടോ. അപ്പോൾ അതിൽ നോക്കിക്കേ, ഇവിടെ വന്നിട്ട് എക്കണോമിക്കലി വീക്കർ സെഷൻ, ജനറൽ എല്ലാം എനിക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പം നോക്കിക്കേ, നമ്മളിപ്പോൾ ഓൾ ഇന്ത്യ കോട്ടയുടെ ചോയ്സ് ഫില്ലിംഗ് ചെയ്യാൻ നേരത്ത് ഇത് നോക്കിക്കേ, ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന എന്താണ്, ഇവിടെ ABVMSൽ എക്കണോമിക്കലി വീക്കർ സെഷൻ്റെ സീറ്റും ജനറൽ മെഡിസിൻ കാണാം, ജനറലിൻ്റെയും കാണാം. അപ്പം നമ്മൾ ഓൾ ഇന്ത്യ കോട്ടയിൽ അവിടെ ചോയ്സ് ഫില്ലിംഗ് ചെയ്യാൻ നേരത്തെ MCCയുടെ ഇതിൽ നമുക്ക് 2 ആയിട്ടല്ല 1 ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. പിന്നെ നോക്കി, അപ്പോൾ ദാ ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ എല്ലാം ജനറൽ മെഡിസിൻ ആണല്ലേ. അപ്പോൾ ഈ ജനറൽ മെഡിസിൻ ഞാൻ എന്തോ നോക്കുമെന്ന് വെച്ചാൽ എനിക്കറിയണം ഇത് ഫുൾ സീഡ് മെട്രിക്സ്. ഇപ്പം എൻ്റെ എന്താണ്, എൻ്റെ സീഡ് മെട്രിക്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കണം ഇത് ടോപ്പേഴ്സിൻ്റെ ചോയ്സ് കഴിഞ്ഞ കൊല്ലമൊക്കെ എങ്ങനെയായിരുന്നു, ഏത് കോളേജ് അവർ ആദ്യം പിക്ക് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ എന്തോ ചെയ്യുമെന്ന് അറിയാമോ, ഞാനിങ്ങനെ നോക്കും 2024ൻ്റെ അത് എനിക്ക് കാണാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ റാങ്ക് എത്രയായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ എല്ലാം ഫുൾ നോക്കുമ്പോൾ എന്താണ് കണ്ടോ, 3849 ആദ്യം പിക്ക് ചെയ്ത് ഇത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് നോക്കും. അപ്പോൾ നോക്കിയപ്പോൾ ഏത് കണ്ടു, നോക്കിക്കേ ഒരു മിനിറ്റ്, കണ്ടോ അതേതായിരുന്നു, നമ്മുടെ ABVMS ആണേ. അപ്പോൾ ABVMS ആണ് ആദ്യം ഫില്ല് ചെയ്തത്. അപ്പം ഞാൻ എന്നിട്ട് ഞാൻ ഈ കൊല്ലത്തെ നോക്കും 2025ൽ ഏതായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ നോക്കുകയാണേ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ റാങ്ക് നോക്കിക്കേ, കണ്ടോ ഇവിടെ 15 നോക്കിക്കേ, 15ാമത്തെ റാങ്ക് ഏതെടുത്തു, ABVMS എടുത്തു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്താണ്, കഴിഞ്ഞ കൊല്ലവും ഇവിടെയാണല്ലോ ടോപ്പേഴ്സ് പ്രിഫർ ചെയ്യുന്ന, കഴിഞ്ഞ കൊല്ലവും അങ്ങനെ തന്നെ ഈ കൊല്ലവും കണ്ടോ 15ാമത്തെ റാങ്ക്. അപ്പോൾ ഇത് വെച്ച് ഞാൻ നോക്കുകയാണ്, കഴിഞ്ഞ പ്രാവശ്യം 49 പിക്ക് ചെയ്തത് അല്ലേ. അപ്പോൾ ഈ നോക്കിക്കേ 49 വരെ പോയി, അപ്പം ലാസ്റ്റ് റാങ്ക് പോയി. അപ്പം ഞാൻ നോക്കുകയാണ് 49 വരെ പോയി, പക്ഷേ ഈ കൊല്ലം നോക്കിക്കേ 15 ABVMS എടുത്തു. അപ്പോൾ ഉള്ള അവരുടെ ഇത് മാറിയത് കണ്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം 49 വരെ പോയി, ഈ കൊല്ലം 15 പിക്ക് ചെയ്തു. 15ൻ്റെ പ്രിഫറൻസ് ABVMS ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇത്രയും മനസ്സിലായി. ഇനി ഞാൻ നോക്കുന്നതെന്ന് വെച്ചാൽ എനിക്കൊന്ന് സ്റ്റൈപ്പൻഡ് അറിയണേ. സ്റ്റൈപ്പൻഡ് അറിയണമെങ്കിൽ ഞാൻ എന്താ നോക്കിക്കേ, കണ്ടോ ഇവിടെ കാണുന്നുണ്ടല്ലോ കഴ്സർ.
കണ്ടില്ലേ? കണ്ടോ സ്റ്റൈപ്പൻഡ്. അപ്പം സ്റ്റൈഫൻഡ് എത്രയാണെന്ന് കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത് കണ്ടോ? കണ്ടോ? ഇവിടെ വന്നിട്ട് ABVMSൽ വന്നിട്ട് സ്റ്റൈഫൻഡ് 1,36,003 രൂപയാണ്. അതേപോലെ ഞാൻ താഴോട്ട് നോക്കിയാണ്. എനിക്ക് പിന്നെ ദാ ലോകമാന്യ തിലകിലൊന്ന് അറിയണം. അപ്പം ലോകമാന്യ തിലകിൽ സ്റ്റൈഫൻഡ് ഒന്ന് നോക്കിക്കേ. ഇയർ 1ലെ സ്റ്റൈഫൻഡ് എന്താണ്? 93,559. അപ്പോൾ കണ്ടോ? അതുപോലെ എനിക്ക് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാത്തിനും സ്റ്റൈഫൻഡും എനിക്ക് മനസ്സിലാവും. പിന്നെ ഞാൻ വിചാരിക്കുകയാണ് എനിക്കൊന്ന് ബോണ്ട് അല്ലേ? ഞാൻ ഇവിടുത്തെ അല്ല, ഞാൻ കേരളത്തിലായിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടെ പക്ഷേ ഡൽഹിയിൽ പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അവിടെ ബോണ്ട് എങ്ങനെയാണ്? അപ്പോൾ ഞാൻ നോക്കും കണ്ടോ? ബോണ്ട് ഇയേഴ്സ് ഫുൾ എഴുതിയിരിക്കുന്നത് കണ്ടോ? അപ്പോൾ ചിലയിടത്ത് ഈ സ്റ്റാർ ഇട്ടിരിക്കുന്നില്ലേ? സ്റ്റാർ ഇട്ട് കാണുന്നുണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്ത് നോക്കണേ. റിമാർക്സിനെ പറ്റി പറയാനാണ് കേട്ടോ. അപ്പം കണ്ടോ? അപ്പോൾ അതിനെപ്പറ്റി ബോണ്ടിൻ്റെ റിമാർക്സ് എന്താണ് ഉദ്ദേശിച്ചത്? ഇപ്പോൾ ബോണ്ട് 2 ഇയർ ആണ്. അപ്പോൾ ബോണ്ട് പെനാൽറ്റി ഉണ്ട് 10 ലക്ഷം. അതായത് കണ്ടോ, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ മെഡിക്കൽ കോളേജ് സനാത് നഗറിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോൾ ബോണ്ട് ഇയർ 2 ആണ്. ബോണ്ട് പെനാൽറ്റി ഉണ്ട് കണ്ടോ, എഴുതിയിരിക്കുന്നത് കണ്ടോ, ഇത്രയും ബോണ്ട് പെനാൽറ്റി ഉണ്ട്. അപ്പോൾ റിമാർക്സിൽ എന്താ പറയുന്നത്? ESI ഹൈദരാബാദ് ആസ്ക് ഫോർ സബ്മിഷൻ ഓഫ് 1 ഇയർ ബോണ്ട് അവർ കാണിക്കുന്നുണ്ട്. ഗവൺമെന്റ് റൂൾസ് ഇൻ അഡീഷൻ ടു ദ 2 ഇയർ ബോണ്ട് ബൈ ESI, ദ ബോണ്ട് ഹാസ് ടു ബി സബ്മിറ്റഡ് ആൻഡ് ഹെൻസ് കാൻഡിഡേറ്റ്സ് മേ ബി ആസ്ക് ടു സർവീസ് എ ടോട്ടൽ ഓഫ് 3 ഇയർ. അത് ഫുൾ ഡീറ്റെയിൽ ചെയ്യുന്ന അതെല്ലാം നന്നായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി വിചാരിക്കുകയാണ് എനിക്ക് ബോണ്ട് ഒന്ന് ഫിൽറ്റർ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഈ ഫിൽറ്റർ ഓപ്ഷൻ എടുത്തിട്ട് എനിക്ക് 1 കൊല്ലത്തെ ബോണ്ട് മതി. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഈ 1 എടുക്കും. അല്ലെങ്കിൽ നോക്കിക്കേ 2 കൊടുക്കാം അല്ലേ? നമുക്ക് 2 കൊടുക്കാമേ. 2 3 വേണ്ട. എനിക്ക് 2ൽ അറിഞ്ഞാൽ മതി. അപ്പം എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? വ്യൂ റിസൾട്ട് കൊടുക്കും. അപ്പം നോക്കിക്കേ കണ്ടോ? അതനുസരിച്ചുള്ള 2 കൊടുത്തോണ്ട് കണ്ടോ? 0, 1, 2 അത് കണ്ടോളൂ. അപ്പോൾ 3 നമ്മൾ കണ്ടില്ല. അങ്ങനെ ഫിൽറ്റർ ചെയ്യാം. പിന്നെ എനിക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി ഇൻ ആൻഡ് ഔട്ട് അറിയണം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഇവിടെ കണ്ടില്ലേ? ഈ ABVMSൽ അങ്ങോട്ട് ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഇതാ കണ്ടോ, ABVMSന്റെ ഫുൾ കണ്ടില്ലേ? അടൽ ബിഹാരി വാജ്പേയി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഡൽഹി. കണ്ടോ എത്ര ബെഡ്സ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ഈ ബെഡ്സ് നോക്കിക്കേ, 1626 കണ്ടോ എത്ര ബെഡ്സ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അവിടെ എന്തൊക്കെ കോഴ്സസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കിക്കേ. ഇവിടെ നോക്കിക്കേ എഴുതിയിരിക്കുന്നത് കണ്ടോ? ഇപ്പം നോക്കിക്കേ, അതിൽ തന്നെ ക്ലിനിക്കൽ ഉണ്ട്, ഓൾ അറിയാം, പ്രീ ക്ലിനിക്കൽ ഉണ്ട്, പാരാക്ലിനിക്കൽ ഉണ്ട്. ഇപ്പോൾ പാരാക്ലിനിക്കൽ നോക്കിയപ്പോൾ MD മൈക്രോ, MD പാത്തോളജി ആണ് ഇവിടെ ഉള്ളതെന്ന് മനസ്സിലായി. അതേപോലെ തന്നെ പ്രീ ക്ലിനിക്കൽ നോക്കിക്കേ, ക്ലിനിക്കൽ ഏതൊക്കെയാണ്? MD അനസ്തേഷ്യ, ഡെർമറ്റോളജി ഫുൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ? പിന്നെ നോക്കിക്കേ, ഇതാണ് ക്ലോസിംഗ് റാങ്ക് ട്രെൻഡ്. ഇത് വളരെ ഹെൽപ്ഫുൾ ആണ് നമുക്ക്. കാരണം എന്ന് വെച്ചാൽ 2023, 24, 25 ഇതിനെ അനാലൈസ് ചെയ്തിട്ട് ഈ ക്ലോസിംഗ് റാങ്കിൻ്റെ ട്രെൻഡ് ഈ ഗ്രാഫിൽ എങ്ങനെയാണ് പോയത് കണ്ടോ? 2025ൻ്റെ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതിലെങ്ങനെയാണ്? അപ്പോൾ 2025 ആണ് ഞാൻ ഫിൽറ്റർ ചെയ്ത് കൊടുത്തിരുന്നത് അല്ലേ? അപ്പം അതിൻ്റെ ഗ്രാഫ് ഇതാ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം കണ്ടോ? അതെല്ലാം മനസ്സിലാക്കാം. പിന്നെ നമുക്ക് ഡീറ്റെയിൽ നോക്കിക്കേ, ഫീസിനെ പറ്റിയൊക്കെ മനസ്സിലാക്കാം. കണ്ടോ? ഈച്ച് ബ്രാഞ്ച് അനുസരിച്ച് കൊടുത്തിരിക്കുന്നുണ്ടോ? ഫീസ് എത്രയാണ്, എല്ലാം ബോണ്ട് എത്രയാണ്, എല്ലാത്തിനെയും പറ്റി പെനാൽറ്റി ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ബോണ്ട് മനസ്സിലായി. ബെഡ്സ് കണ്ടോ? ഇതിലും എഴുതിയിട്ടുണ്ട് എത്രയാണ് ബെഡ്സ്. പിന്നെ ബോണ്ട് പെനാൽറ്റി എങ്ങനെയാണ് കണ്ടോ? 50 ലക്ഷം, 20 ലക്ഷം ഒക്കെ കണ്ടില്ലേ? ഫുൾ കൊടുത്തിട്ടുണ്ടേ. അതെല്ലാം നമ്മൾ സയനൈഡിൽ നമുക്ക് ഡീറ്റെയിലി കാണാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റ് റാങ്ക്, അതിൻ്റെ പ്രിഫറൻസ് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇതാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നത്. ഇപ്പോൾ നോക്കിക്കേ, ജനറൽ കാൻഡിഡേറ്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ജനറൽ PWD സീറ്റൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് ജനറൽ ആവുമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്യുമെന്നറിയാമോ? ഇപ്പോൾ എനിക്കിപ്പോൾ ഇഷ്ടമുള്ള കോഴ്സ് ഞാൻ കൊടുത്തു. എന്നിട്ട് ദാ ഈ കോട്ടയിൽ ഞാൻ ഓൾ ഇന്ത്യ കോട്ട കൊടുത്തു. എന്നിട്ട് ഞാൻ ഏത് കാറ്റഗറിയാണ്? ഞാൻ ജനറലാണ് എന്ന് വെച്ചോളൂ. അങ്ങനെയാണ് ഞാൻ ജനറൽ കൊടുത്തിട്ട് എന്ത് ചെയ്യും? വ്യൂ റിസൾട്ട് കൊടുക്കും. അപ്പോൾ എനിക്ക് ഫുൾ ഇത് നോക്കിയേ, ഫുൾ ജനറൽ മെഡിസിൻ്റെ ഫുൾ ജനറൽ സീറ്റ് കാണാൻ പറ്റി. അപ്പോൾ അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ഇപ്പോൾ ജനറൽ PWD നമുക്ക് കൊടുക്കാൻ പറ്റും. ഇൻ കേസ് അതെന്തെങ്കിലും കൺവേർഷൻ കഴിഞ്ഞാൽ ജനറൽ PWD സീറ്റ് കൺവേർട്ട് ചെയ്തിട്ട് ജനറൽ ആകുമ്പോൾ എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ ഞാൻ എന്ത് ചെയ്യുന്ന പറയുമ്പോൾ ഫിൽറ്റർ ചെയ്യും. ഫിൽറ്റർ ചെയ്യുമ്പോൾ നോക്കിക്കേ, ഞാൻ ദാ ഇവിടെ ഈ കാറ്റഗറിയിൽ വന്നിട്ട് കണ്ടോ ജനറൽ PWD സീറ്റ് കൊടുക്കും.
എന്നിട്ട് നോക്കിക്കേ ജനറൽ PWD സീറ്റ് കൊടുത്തിട്ട് ദാ ഇവിടെ വ്യൂ റിസൾട്ട് കൊടുക്കും. അപ്പോൾ നോക്കിക്കേ എനിക്ക് ഫുൾ ജനറൽ PWD സീറ്റ്സ് കാണാം. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇൻ കേസ് അല്ലേ ആരും എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ജനറൽ PWD സീറ്റ് കൺവേർട്ട് ചെയ്തിട്ടുണ്ടല്ലോ ജനറൽ ആകുമ്പോൾ എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതിപ്പോൾ ഞാനാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന റാങ്കെങ്കിൽ എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, ഇത് ഞാൻ നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഈ ഓപ്ഷൻസുകൾ എല്ലാം തന്നെ ഞാൻ ചോയ്സ് ഫില്ലിംഗ് സമയത്ത് കൊടുക്കും. അപ്പോൾ ഇത് വളരെ ഹെൽപ്ഫുൾ അല്ലേ. അപ്പോൾ നോക്കിക്കേ അതുപോലെ തന്നെ ഞാൻ നോക്കുവേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഇപ്പോൾ SC സീറ്റ് ഇപ്പം കാൻഡിഡേറ്റ്സ് ആരും പിക്ക് ചെയ്തില്ലെങ്കിൽ SC കൺവേർട്ട് ആയിട്ട് UR ആവാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, അടുത്തത് ഞാൻ നോക്കുന്നത് ഇങ്ങനെ SC PWD സീറ്റ്, SC സീറ്റ്, അങ്ങനെ. ഇപ്പോൾ എനിക്ക് എല്ലാം കൂടെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു OBCയിൽ അവിടെ കൺവേർഷൻ നടക്കുന്നില്ലല്ലോ. അപ്പോൾ OBC ഒഴിച്ച് ഞാൻ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, എക്കണോമിക്കലി PWD, ST, കാരണം ST ആണെങ്കിൽ ഞാൻ പറഞ്ഞു നേരത്തെ ആ വീഡിയോ ഡീറ്റെയിലിംഗ് ഞാൻ പറഞ്ഞു കൺവേർഷൻ നടക്കുമ്പോൾ എന്താണ് STക്ക് ST SC ആവാം, SC എന്താണ് SC പിന്നെ UR ജനറൽ ആവാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്തു, OBC ഒഴിച്ചിട്ട് ബാക്കി എല്ലാം അങ്ങ് സെലക്ട് ചെയ്തിട്ട് വ്യൂ റിസൾട്ട് കൊടുത്തു. അപ്പോൾ എനിക്ക് എല്ലാ കാറ്റഗറീസും കാണാനായിട്ട് പറ്റും. കണ്ടില്ലേ, കണ്ടോ? അപ്പോൾ എനിക്ക് ഫുൾ എല്ലാ കാറ്റഗറീസും എനിക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് ഇത്രയും മനസ്സിലായി. പിന്നെ എനിക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്, അതായത് എനിക്കിപ്പോൾ എന്താണ് കേരളയുടേത് എനിക്ക് അറിഞ്ഞാൽ മതി എന്ന് വെച്ചോളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കി ഈ സ്റ്റേറ്റിൻ്റെ അവിടെ വന്നിട്ട് കണ്ടോ ഞാൻ കേരള ടിക്കി. അപ്പോൾ കേരളയിൽ മാത്രമേ എനിക്ക് പഠിക്കാൻ താല്പര്യമുള്ളൂ, എനിക്ക് അങ്ങ് ദൂരെ ഒന്നും പോകാൻ വയ്യെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്രിഫറൻസ് എന്താണ്, കേരളയാണ്. അപ്പം ഞാൻ കേരള കൊടുത്തിട്ട് എന്ത് ചെയ്യും, വ്യൂ റിസൾട്ട് കൊടുക്കും. അപ്പോൾ എന്താണ് എനിക്ക് കണ്ടോ ഈ കേരളയിലുള്ള കോളേജസ് ഒക്കെ, കേരളയിലുള്ള കോളേജ് മാത്രം കാണാം. കാരണം എന്താണ് ഞാൻ ഫിൽറ്റർ ചെയ്തു കേരള മാത്രം. അപ്പോൾ നോക്കിക്കേ കാറ്റഗറീസ് എല്ലാം കാണാം അല്ലേ, ഞാൻ കാരണം എല്ലാം കൊടുത്തില്ലേ കാറ്റഗറി, നോക്കിക്കേ. അപ്പോൾ SC ST എല്ലാം കാണാൻ പറ്റും അല്ലേ. അപ്പം കണ്ടോ SC ST എക്കണോമിക്കലി വീക്കർ സെഷൻ എല്ലാം കാണാൻ പറ്റും. കണ്ടോ ഇതിലെ ബോണ്ട് പെനാൽറ്റി എങ്ങനെ, ബെഡ്സ് എങ്ങനെ, എല്ലാം. ഇപ്പം ഞാനിതാ നോക്കിക്കേ, ഇത് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ കണ്ടോ ഫുൾ ഡീറ്റെയിൽസ് കണ്ടില്ലേ. റൗണ്ട് 2023 അതായിരുന്നു ഞാൻ 23 24 ഒക്കെ ഫിൽറ്റർ ചെയ്തപ്പോൾ നോക്കിയേ 25ൻ്റെ നോക്കിയേ 2023 എങ്ങനെ പോയി, റൗണ്ട് 1 റൗണ്ട് 2 റൗണ്ട് 3 എങ്ങനെ പോയി, 25 ഇപ്പോൾ എങ്ങനെയാണ്, റൗണ്ട് 1 റൗണ്ട് 2 എല്ലാം എനിക്ക് ഡീറ്റെയിൽ അറിയാമല്ലേ. ബോണ്ട് ഇയർ, ബോണ്ട് പെനാൽറ്റി, പിന്നെ നോക്കിയേ ഫീസ് എത്രയാണ്, ഹോസ്റ്റൽ ഫീസ് എത്ര കൊടുക്കണം, പിന്നെ നോക്കി ഈ റിമാർക്സിൽ പറയുന്ന നോക്കി ഡീറ്റെയിലാണ് പറയുന്നത്. ടോട്ടൽ റുപ്പീസ് വന്നിട്ട് 81,000 ഇത്രയാണ് ടു ബി പെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ സമയത്ത് പേ ചെയ്യണം. ആ ഫീസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഈ 81,050 രൂപ എങ്ങനെ കിട്ടിയെന്ന് വരെയുണ്ട്. നോക്കിക്കേ 57,890 പ്ലസ് മിസ്സലേനിയസ് ഫീസ് ഉണ്ട്, അത് ഈ 11,000 പിന്നെ അതിൻ്റെ കൂടെ കോഷൻ ഡെപ്പോസിറ്റ് ഉണ്ട്, അതൊരു 11,580 ഉണ്ട്. അഡീഷണൽ യൂണിവേഴ്സിറ്റി ഫീസ് ആപ്ലിക്കബിൾ, എല്ലാം ഡീറ്റെയിലി ഉണ്ട് അല്ലേ. പിന്നെ സ്റ്റൈപ്പൻഡ് എങ്ങനെയാണ്, ഫസ്റ്റ് ഇയറിലുള്ള സ്റ്റൈപ്പൻഡ് എന്ന് പറയുമ്പം 57,876 പിന്നെ സെക്കൻഡ് ഇയറിൽ കൂടുന്നത്, തേർഡ് ഇയറിൽ എത്ര കിട്ടും, പിന്നെന്താണ് ബോണ്ട് ഇയർ, ബോണ്ട് പെനാൽറ്റി എന്താണ്, റിമാർക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റ് ലിവിംഗ് പെനാൽറ്റി എത്രയാണ്, 50 lakhs പ്ലസ് സ്റ്റൈപ്പൻഡ് റിസീവ്ഡ്, കാൻഡിഡേറ്റ്സ് മൈറ്റ് ബി ഡിബാർഡ് ബൈ 2 years, എല്ലാത്തിനെയും പറ്റി എന്താണ് ഡീറ്റെയിലി ആയിട്ട് എഴുതിയിട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യവും വളരെ ഡീറ്റെയിലി മനസ്സിലാക്കാം. അപ്പോൾ ലാസ്റ്റ് റാങ്ക് വെച്ച് ഇപ്പോൾ 2024 23 ഇതെല്ലാം വെച്ചിട്ട് എനിക്ക് നോക്കാം. അപ്പോൾ ഇതാ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഇതിൽ തന്നെയാണെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ ഏതാണ് ആദ്യം എടുത്തത്, ഏറ്റവും ചെറിയ റാങ്ക് വെച്ചിട്ട് ഈ കാറ്റഗറിയിൽ എടുത്തത് ഏതാണ്, ജനറൽ മെഡിസിനിലെ ഏറ്റവും ചെറിയ റാങ്ക് ഏതാന്ന് നോക്കണേ. അപ്പോൾ നോക്കി 1522 വന്നിട്ട് 2025 പിക്ക് ചെയ്ത് ഏതാ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് എന്നെനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ വീണ്ടും നോക്കും കഴിഞ്ഞ കൊല്ലം എങ്ങനെയാണെന്ന്. പിന്നെ ബോണ്ട് റിലേറ്റഡ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് സൈനേഡിന് ജിയോസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും.
പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് ഇതിൽ ഡീറ്റെയിലി കാണാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ റിമാർക്സ് സെഷൻ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിലാവാം. പിന്നെ അത് മാത്രമല്ല നമ്മുടെ MCCയിൽ ചില മിസ്റ്റേക്സ്, അതായത് ഇപ്പം അഗർത്തല നിങ്ങൾ എടുത്തു നോക്കിയാൽ അഗർത്തലയുടെ അത് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് പറയുമ്പോൾ 5 lakhs ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് 5 lakhs അങ്ങനെ അല്ല. അതെന്ന് പറഞ്ഞാൽ എല്ലാ കൊല്ലത്തെയും, അതായത് 1, 2, 3 വർഷത്തെ മൊത്തവും കൂട്ടിയിട്ടാണ് ഈ 5 lakhs വരുന്നത്. അതല്ലാതെ ഓരോ ഇയറും 5 lakhs അല്ല, 5 lakhs കൊടുക്കണമെന്നല്ല. അപ്പോൾ അതിനെയൊക്കെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സൈനോഡ് പോർട്ടലിൽ നിങ്ങൾക്ക് സഹായിക്കും. അത് സംബന്ധമായ എന്തെങ്കിലും അങ്ങനെയൊക്കെ സംശയം ഉണ്ടെങ്കിലും സൈനോഡിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെയുള്ള ചില മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ലേഡി ഹാഡ്രിങ് മെഡിക്കൽ കോളേജിൽ സ്റ്റൈപ്പൻറ്റ് വന്നിട്ട് 56,000 എന്നാണ് കാണിച്ചത്. ഒരു 50,000 ആ റേഞ്ചാണ് കാണിച്ചത്. അതൊരു 1,00,000 ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചില മിസ്റ്റേക്സ് ഉള്ള ആ MCCയിൽ ഉണ്ടായിരുന്നത് വരെ സൈനോഡ് പോർട്ടലിൽ കറക്റ്റ് ചെയ്തിട്ട് എന്താണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്ലിനിക്കൽ എങ്ങനെയാണ്, പേഷ്യൻ്റ് ലോഡ്സ് എങ്ങനെയാണ് അത് ആസ്പദമാക്കിയിട്ടുള്ളത് നമുക്ക് അതൊരു വലിയൊരു പ്രോജക്റ്റാണ്. അതിൻ്റെ ആ ഒരു ഇൻഫോർമേഷൻ നമ്മൾ ഇപ്പോൾ കൊടുത്തിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, പിന്നെ അതിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും എങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കേസ് ലോഡ്സ് എങ്ങനെയാണ് അതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സീനിയേഴ്സ്, അവിടെയുള്ള ഫാക്കൽറ്റീസ്, പ്രൊഫസേഴ്സ് അവരെയൊക്കെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്തിട്ട് ഫുൾ എങ്ങനെയാണ് ഡീറ്റെയിൽസ്, അവിടെയൊക്കെ എത്ര പേഷ്യൻ്റ് ലോഡുണ്ട് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിലിംഗ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളോടൊപ്പം സംസാരിച്ച ഞാൻ ഡോക്ടർ അമൃത ഫ്രം സൈനോഡ്. ഓൾ ദി വെരി ബെസ്റ്റ്. സൈനോഡിന് കോൾ സപ്പോർട്ടും വാട്സപ്പ് ഗ്രൂപ്പും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സൈനോഡ് സബ്സ്ക്രൈബേഴ്സിന് സൈനോഡിനെ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു ആൾ.